ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ വിശേഷങ്ങൾ കേൾക്കാം. അങ്ങനെ ലൈവിൽ ക്യാപ്റ്റൻസി ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. വിൻ ചെയ്തത് മറ്റാരുമല്ല, സാബുമാൻ ആയിരുന്നു. അപ്പോൾ സാബുമാനാണ് ഇനി പുതിയ വീക്കിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെ നന്നായിട്ട് 3 പേരും നല്ല രീതിയിൽ തന്നെ ടാസ്ക് ചെയ്തിരുന്നു കേട്ടോ. ലൈവിലാണെങ്കിലും ഇന്ന് നിറഞ്ഞു നിന്നത് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു 3 പേരും ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 പേരും വിട്ടുകൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം ഇന്ന് ഫുള്ള് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ വേറൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് 3 പേരും ഷോൾഡറിനൊപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കാതെ ഇങ്ങനെ പിടിക്കണം. ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ, ആ ഒരു ചാണ് അല്ലെങ്കിൽ കയറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിലിങ്ങനെ പിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഔട്ടായത് അനുമോളായിരുന്നു. അത് ആദിലയുടെയും അവിടെയുള്ള മത്സരാർത്ഥികളുടെയും തീരുമാനപ്രകാരമാണ് അനുമോൾ ഔട്ടായത് കേട്ടോ. ബിഗ് ബോസിൻ്റെ അല്ല, ക്യാപ്റ്റൻ്റെ തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞ് ആര്യനായിരുന്നു ഔട്ടായത്. പക്ഷേ ഇതിൽ പറയുകയാണെങ്കിൽ ശരിക്കും 3 പേരും കൈ ശരിക്കും ഇങ്ങനെ ബെൻഡായിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. സാബുമാൻ്റെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ ബെൻഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദില പറഞ്ഞത് ഇല്ല, ആര്യനായിരുന്നു ഔട്ടായത് ബിഗ് ബോസ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൽ അക്ബർ ആണെങ്കിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ഫെയർ അല്ല, ആര്യനാണ് ഇതിൽ വിൻ ചെയ്യേണ്ടതെന്ന് നെവിനാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വീക്കിൽ പുതിയ ക്യാപ്റ്റനായിട്ട് സാബുമാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും അത്രയും നേരം അവർ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു ഗെയിം. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ടാസ്കും കൂടി കൊടുക്കാമായിരുന്നു. ഇങ്ങനെ മത്സരാർത്ഥികളും ഈ ക്യാപ്റ്റനും തീരുമാനിക്കുന്ന രീതിയിൽ വരണ്ടായിരുന്നു കാര്യങ്ങൾ. കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ടാസ്ക് കൊടുത്ത് കറക്റ്റായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ആരാണ് ഫെയർ ആയിട്ട് കളിച്ചത് എന്നൊക്കെ ഒന്ന് പറയണേ.